അണ്ണൻ എങ്ങനെ നമുക്ക് ഇഞ്ചി കൂടിയിരിക്കും കണക്കാണ് മരിക്കവർ ഇഞ്ചി കൂടിയിരിക്കും അങ്ങനെ ഇങ്ങനെ കണക്ക് വിട്ടിട്ട് പോകാൻ പറ്റൂല ഒരിക്കലും മനസ്സിലായത് ഈ വർഷത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ പടം കാണുന്നൊരു പ്രതീക്ഷയുണ്ട് പക്ഷെ അത് ഇനി ഇല്ല ലാസ്റ്റ് നമ്മൾ കണ്ടില്ല നമ്മൾ ഇറങ്ങി വന്ന് ഇനി സംസാരം കയ്യിൽ നിന്ന് പോവുക വെച്ച് 2 മണിക്കൂർ നമ്മൾ സ്ക്രീനിൽ കണ്ട് ആസ്വദിക്കുന്ന വെറും ഒരു നായകൻ എന്നതിനപ്പുറത്തേക്ക് ഒരു ജനറേഷന്റെ തന്നെ ഇമോഷനായി മാറിയ ഒരാൾ, ഒരു സൂപ്പർ സ്റ്റാർ വിജയുടെ ഒരു ഫെയർവെൽ ചിത്രം എന്ന് തന്നെ പറയാം. ജനനായകന്റെ ഫസ്റ്റ് ഷോ പൂർത്തിയായിരിക്കുകയാണ്. അതാ പ്രേക്ഷകരൊക്കെ തന്നെയും പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ആദ്യ ഷോ കണ്ടതിന് ശേഷം. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. ഫെയർവെൽ ചിത്രമാണല്ലോ വിജയുടെ. അപ്പൊ നന്നായിട്ട് എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ബ്ലാസ്റ്റ് ഇവിടെ ഭയങ്കര ഇമോഷണൽ ആയിട്ടൊക്കെ ആളുകൾ ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എന്താണ് ഒരു സങ്കടത്തിൽ നിൽക്കണോ? സിനിമ കണ്ടതിന്റെ ഒരു കണ്ടില്ല ഞങ്ങൾ കാണാൻ പോകുന്നതാണ്. വിജയുടെ ഒരു ലാസ്റ്റ് സിനിമ എന്ന രീതിയിൽ നല്ല പടം. വിഷമം കണ്ടില്ലേ ചേച്ചി? ഇറങ്ങി വന്ന ചേച്ചി കണ്ടില്ല. സങ്കടമാണ്. അത് പറഞ്ഞ മനസ്സിലായി ചേച്ചി. ഇത് അണ്ണൻ എങ്ങനെ നമുക്ക് ഇഞ്ചി കൂടിയിരിക്കും കണക്കാണ് മരിക്കവർ ഇഞ്ചി കൂടിയിരിക്കും അങ്ങനെ ഇങ്ങനെ കണക്ക് വിട്ടിട്ട് പോകാൻ പറ്റൂല ഒരിക്കലും മനസ്സിലായത് ഈ വർഷത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ പടം കാണുന്നൊരു പ്രതീക്ഷയുണ്ട് പക്ഷെ അത് ഇനി ഇല്ല ലാസ്റ്റ് നമ്മൾ കണ്ടില്ല നമ്മൾ ഇറങ്ങി വന്ന് ഇനി സംസാരം കയ്യിൽ നിന്ന് പോവുക വെച്ച്. അതെ, അത്രയേറെ വിഷമത്തിലാണ് ഫാൻസ്. ഇതാ ചിലരൊക്കെ കരയുകയാണ്. അവർ പറയുന്നത് ഇനിയിപ്പോൾ ഇനി അണ്ണന്റെ പടം കാണാൻ കഴിയില്ല എന്നുള്ളൊരു സങ്കടത്തിലാണ്. അവസാന ഭാഗം വന്ന് കണ്ടില്ല എന്ന് പറയുന്നത്. ഇവിടെ ഒരു കുഞ്ഞു വാവയുമായിട്ട് ഒരാൾ വന്നിട്ട് കുഞ്ഞു വാവയുമായിട്ട് വന്നത് സിനിമ കാണാൻ കണ്ടു. സിനിമ കണ്ടു. ഞാന് വിജയ് ഫാൻസിന്റെ തന്നെ നമ്മുടെ തളപതി വിജയ് മക്കൾ ഇയക്കത്തിന്റെ പ്രസിഡന്റാണ് മകൾറാണിയുടെ ട്രിവാൻഡ്രത്തുള്ള. അപ്പോ ലാസ്റ്റ് സിനിമയാണ്. അപ്പോ മോളെ ആദ്യമായിട്ടാണ് എന്റെ സിനിമ ഇനിയില്ലല്ലോ. അപ്പൊ ആദ്യമായിട്ട് മോളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി അങ്ങനെ കൊണ്ടുവന്നതാണ്. എത്ര വയസ്സുണ്ട്? വയസ്സൊന്നും ആയിട്ടില്ല, 4 മാസമായിട്ടുള്ളൂ. കാണിച്ചോ അണ്ണന്റെ പടം? കാണിച്ചു ഇഷ്ടമായിന്ന് തോന്നുന്നു. കാരണം ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്തൊക്കെ അണ്ണന്റെ സിനിമ കാണും, പാട്ടൊക്കെ കേൾക്കും, അങ്ങനെ പറഞ്ഞൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആള് കരച്ചിലൊന്നും ഇല്ലായിരുന്നു, ഫുള്ള് കണ്ടു. പിന്നെ ഉറങ്ങി കുറച്ച്. വിജയുടെ ഒരു ലാസ്റ്റ് പടം എന്ന രീതിയിൽ കൂടിയാണല്ലോ ഇതിനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ എന്താണ് ഒരു വിജയ് ഫാൻസ് എന്ന നിലയിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത്? പടം നിർത്തുന്നതിൽ ഭയങ്കര വിഷമമുണ്ട്. പിന്നെ എന്താ പറയാ, പടം എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ്? നല്ല പടം, കുഴപ്പമൊന്നുമില്ല, നല്ല പടമാണ്. ഒരുപാട് വിവാദങ്ങൾക്കൊടുവിലാണല്ലോ, ഏതാണ്ട് 6 മാസത്തോളം വൈകി കൂടെയാണ് പൊങ്കൽ റിലീസായിട്ട് വെച്ചിരുന്ന ചിത്രം. അതെ, ഒരുപാട് പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇലക്ഷൻ ടൈമിലൊന്നും റിലീസ് ചെയ്യാൻ അവർ സമ്മതിച്ചിട്ടുണ്ടായില്ല. അതിന് കുറെ വെയിറ്റ് ചെയ്തിട്ട് ആണ് ഇപ്പൊ റിലീസ് ആവുന്നത്. പക്ഷെ നമ്മള് ഇതിന്റെ പ്രിന്റ് കാര്യങ്ങളൊക്കെ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വിജയ് ആരാധിക്കുന്ന, അണ്ണനെ ആരാധിക്കുന്ന ആരും അങ്ങനെ പോയി കാണുമെന്ന് തോന്നുന്നില്ല. എല്ലാവരും തിയേറ്ററിൽ അണ്ണന്റെ സ്ക്രീനിൽ അണ്ണന്റെ മുഖം കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു, കണ്ടു. പേരെന്താ? നക്ഷത്ര. 4 മാസക്കാരിയായ നക്ഷത്ര പോലും വിജയുടെ അവസാന ചിത്രം എന്ന രീതിയിൽ കാണാമെന്നാണ് നക്ഷത്രയുടെ അമ്മ പറഞ്ഞത്. അമ്മ തന്നെ വലിയൊരു വിജയ് ഫാനാണ്. അപ്പോൾ മോളെ കൂടി ഇനിയൊരു സിനിമ ഇനി ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മോളെ ഇനിയിപ്പോൾ അങ്ങനെ സ്ക്രീനിൽ വിജയുടെ സിനിമകൾ കാണിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും മകളെയും കൂടി കൊണ്ടുവന്ന ഈ ചിത്രം കാണിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടിറങ്ങി വന്ന പ്രേക്ഷകർക്ക് തന്നെയും നല്ല അഭിപ്രായം, നല്ല ചിത്രമായിരുന്നു എന്നുള്ള അഭിപ്രായം പങ്കുവച്ചിട്ടാണ് പോയത്. ഇങ്ങോട്ടേക്ക് നേരത്തെ നമ്മളിവിടെ കണ്ടതാണ്. വലിയ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഇമോഷണൽ ആണ് പല ആളുകളും. കാരണം വിജയുടെ അവസാന ചിത്രം എന്ന നിലയിൽ വളരെ ദുഃഖത്തിൽ നിൽക്കുന്ന ആരാധകർ പോലുമുണ്ട്. പലരും ക്ലൈമാക്സ് കാണാതിറങ്ങി വന്നു എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അങ്ങനെ വലിയ ആവേശത്തോടുകൂടി തന്നെയാണ് വിജയുടെ അവസാന ചിത്രമായ ജനനായകനെ പ്രേക്ഷകർ കേരളത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും 9 മണിയോടുകൂടി തന്നെ തമിഴ്നാട്ടിലും ഫസ്റ്റ് ഷോ ആരംഭിക്കും. 3 മണിക്കൂർ 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ചിത്രം കണ്ടിറങ്ങിപ്പോകുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. വലിയ ആവേശത്തോടുകൂടി തന്നെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ ഏതാണ്ട് 80-100 കോടി രൂപയുടെ കളക്ഷൻ വിവിധയിടങ്ങളിൽ നിന്നായി നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇതിന്റെ നിർമ്മാതാക്കളും ഒക്കെ ഉള്ളത്. അങ്ങനെ വലിയ ഒരു ഏതാണ്ട് 6 മാസം വൈകിയൊക്കെ പുറത്തേക്ക് വന്ന ഒരു സിനിമ, വലിയ പ്രതിഷേധങ്ങളും അതിന് പിന്നാലെ വലിയ പ്രതിസന്ധികളും ഒക്കെ തന്നെ നേരിട്ട് വന്ന ഒരു ചിത്രം എന്നുകൂടി നമുക്ക് എന്തായാലും ജനനായകനെ വിലയിരുത്താം. ഇനിയിപ്പോൾ ഒരു സിനിമാ നടൻ എന്നതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് വിജയ് മാറിയ ഒരു ചിത്രം കൂടിയാണ്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് ഈ ആരാധകർക്കിടയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹവും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സിനിമയ്ക്ക് കേരളത്തിൽ വലിയ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ശ്രീജു നാഗപ്പനൊപ്പം റിപ്പോർട്ടർ സ്വാന്തന സാജു, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.